ദൈവമായിട്ടൊരു കഴിവ് കയ്യിലേക്ക് തന്നിട്ടുണ്ട്. അത് ചെത്തി മിനുക്കാതെ കണ്ട പെണ്ണുങ്ങളുടെ മൂടും പൊല്ലി നോക്കി നടന്നിട്ട് ഇപ്പൊ എന്തായി? വേറൊരുത്തനെ കണ്ടപ്പോ അവള് തന്തയുടെ മോളാന്ന് തെളിയിച്ചില്ലേ? നേരം വെളുത്തിട്ട് നീ തട്ടുമോളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? 4 മാസം കഴിഞ്ഞ ബാൻഡ് മത്സരാ. ഉഴപ്പാനാണെങ്കിൽ ഈ പ്രാവശ്യം നീ വായിക്കത്തില്ല. ഒരു പെണ്ണിനോർത്ത് തീർന്നു പോണ്ടവനല്ല നീ. ചെല്ല്, നല്ല പോലെ പോയി കിടന്നുറങ്ങിച്ചും നാളെ പ്രാക്ടീസിന് വന്നേക്കണം. അച്ചോ. സോളമ, ഇതൊരുമാതിരി തന്തയില്ലായ്മത്തിലായിപ്പോ അച്ചോ. എന്നെ അറിയിക്കരുതെന്ന് അവർ നേരത്തെ തീരുമാനിച്ചിരുന്നു. അവിടെ ചെന്നപ്പോഴാ പെണ്ണ് ശോഷനെയാന്ന് ഞാൻ അറിയുന്നത്. അച്ചോ, ഞാൻ ഒരു കാര്യം പറഞ്ഞ അച്ഛൻ എനിക്ക് സാധിച്ചു തരുമോ? എന്താ സോളമ? മതി അച്ചോ, നമുക്ക് പോവാം. ആ ജനൽ ഇനി തുറയില്ല. സോളമൻ ഇന്നത്തോടെ ക്ലാർനെറ്റ് വായന നിർത്തുക. വായന നിർത്തുന്നത് തോളത്ത് നിറങ്ങിയിട്ട് ആലോചിച്ചാ പോരെ? അച്ചോ എടുത്തോട്ട്, അച്ചോ എടുത്തോട്ട്, എടുത്തോട്ട് അച്ചോ, വലത്തോട്ട്, അച്ചോ എടുത്തോട്ട്, അച്ചോ. നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ പിന്നാലെ എന്നെ വലിക്കാൻ നാം ഓടിപ്പോകാം. നിന്നെ അവനെയും കൂടി ഒരുമിച്ച് കണ്ടേച്ച് വേണം എനിക്കങ്ങ് പോകാൻ. കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന പെണ്ണ ഇവിടെ ഒരു കാര്യമില്ല. അതും അവന്റെ കൂടെ. അവൾ എന്റെ മോളാ. ഒരു വാക്ക് പറഞ്ഞ വാക്കാ. അവളെ കല്യാണം നമ്മൾ ഉറപ്പിച്ചില്ലയോ? അല്ലേലും അവളെ നമ്മുടെ മുന്നിൽ കഴിയോ നിൽക്കുന്നേ? ഇതെന്നാ പറ്റി? താമ്പളൊക്കെ ലൈറ്റ് പോയോ? കാര്യം പെരുന്നാളാണ്, പ്രദർശനം. പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല. മൂഞ്ചിപ്പോ ആര് മൂഞ്ചി? നമ്മള് മൂഞ്ചി. ബോട്ട് വരുന്നുണ്ട്, നിങ്ങൾ പൊക്കോ. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. അളിയോ, ഇതെന്താ കുന്തോ കിരീടൊക്കെ ആയിട്ട്? ഇതാരാ കർത്താവോ? ശോശനല്ലോടി. ഈ രക്തത്തില് എനിക്ക് പങ്കില്ല.
കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ. കെട്ടുറപ്പിച്ച പെണ്ണിനെ ഇവൻ കടത്തിക്കൊണ്ടു പോകുന്നു. ഇവനെ പള്ളിയിൽ കപ്പിയാരല്ലേ ഇവിടെ പാവം പിടിച്ച നിപ്പ് കണ്ടില്ലേ? ഇതിനൊരു സമാധാനം കഴിയില്ലെങ്കിൽ ഇവനെ ഇന്ന് ഞങ്ങൾ തീർക്കും. ദാ, ഇവിടെ വാ. തെണ്ടി. കുടുംബക്കാരൻ നാട്ടുകിറങ്ങിയാണ് കപ്പിയാർ മോനെ. ഇനി ആരെങ്കിലും ഒരുത്തൻ ഇവന്റെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് തുള്ളി ഇട്ടോ കൈ കൊണ്ട് വെച്ചാലും കുമരൻ ഞങ്ങളുടെ പെണ്ണിനെ ഞങ്ങൾക്ക് എന്നിട്ട് നീയൊക്കെ കൂടെ ഞങ്ങളുടെ പള്ളിയിൽ കയറുന്നോടാ. ആരാണോ തന്റെ മോളെ തട്ടിക്കൊണ്ട് പോയത്? അവൾ ഇവന്റെ കൂടെ ഇറങ്ങിപ്പോയതാ. അവര് നമ്മൾ ഇഷ്ടത്തിലാണ്, നീ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. എന്നിട്ട് താൻ അവളെ വേറൊരുത്തന്നോട് കെട്ടിച്ചയക്കാൻ നോക്കിയില്ലടോ. ഇവിടെ മൊച്ചവനെ പിള്ളേര് നമ്മൾ ഇഷ്ടമാണെങ്കിൽ താൻ അവരെ കെട്ടിച്ചയച്ചു കൊടുക്കണോ മാപ്പിളെ? എനിക്ക് ആണായിട്ട് പെണ്ണായിട്ട് ഇങ്ങോട്ട് മാറി ഇവളൊരുക്കേ ഉള്ളൂ. മനസ്സിലായോ? അതെ, ഈ പള്ളിയിലെ കപ്പിയാർ പണിക്ക് എന്നാ തൊലി കിട്ടുമെന്നുള്ളത് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. കിടപ്പാട വരെ പ്രണയത്തിലാ. പ്രേമിക്കാതെ നടക്കണ ഒരു കപ്പിയാര്. നിർത്താൻ. ഇവനെ കപ്പ്യാര് പണി മാത്രല്ല, നല്ലൊരു കലാകാരനും കൂടിയാ. എന്റെ എസ്തപ്പാന്റെ പോരടാ. കലാകാരൻ ഈ കുമരക്കരയിൽ എന്തെങ്കിലും വിലയുണ്ടോ? അവന് കാലട എടുക്കാനുണ്ടോ ഈ നാടിയുടെ കയ്യില്? ഇവന്റെ ഉദ്ദേശം വേറെയാ. എന്റെ മോളെ കിട്ടിക്കഴിഞ്ഞാലേ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യാതെ തിന്നാം. അല്ലേലും കുമരക്കരയിൽ കുറെ പേര് ഇവിടെ കണമുഴുകാൻ തുടങ്ങിട്ട് നാളെ കുറെ ആയി. തട്ടുമൂളിലിരുന്ന് വായി നോക്കാനും കവലയിലിരുന്ന് വിസിലടിക്കാനും അല്ലാതെ ഇതിലൊരൊറ്റ എണ്ണത്തിന് മര്യാദക്ക് ഊതാൻ അറിയാവോ? ഒരു ലൂയി പാപ്പനും കുറെ ഉണ്ണാക്കന്മാരും. കണ്ട കള്ളുഷാപ്പിനും തോട്ടുപക്കത്തുനിന്ന് ആരും കാണാൻ വായിക്കുന്നല്ലാതെ കുമരൻകരിയിൽ ആരെങ്കിലും ഈ പറഞ്ഞ എസ്തപ്പാന്റെ മോൻ കലാകാരൻ അടക്കം മുന്നിൽ കയറി വായിക്കുവോ? തട്ടിക്കയറിയാലേ മൂത്രം പോവും, മൂത്രം. എന്നാ കേട്ടോ, ഈ വരുന്ന ന്യൂ ഇയറിന് ഗീവറീസ് ബാൻഡ് വായിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുമ്പിലേ ഈ സോളമനായിരിക്കൂടാ. കഴിഞ്ഞ 17 കൊല്ലമായി തട്ടിന്റെ പരിസരത്ത് പോലും വരാത്ത നിങ്ങളെ ബാൻഡ് കയറി വായിക്കുവോ? വായിക്കും. എന്നിട്ട് കപ്പടിക്കുവോ? കപ്പടിക്കുന്നു പറ. അടിക്കും. ഞാൻ വായിക്കുന്ന ക്ലാരറ്റിന് ജീവനുണ്ടെങ്കിൽ, ഈ പള്ളിയിലിരിക്കുന്ന പുണ്യാളൻ സത്യമാണെങ്കിൽ ഞങ്ങള് തട്ടേക്കാര് വായിക്കും. കപ്പടിക്കൂടാ. അതേ പുണ്യാളന്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾ കപ്പടിച്ച കഴിഞ്ഞ 8 വർഷമായിട്ട് മാർത്താമറിയം ബാൻഡ് ഈ കരയിൽ നിന്ന് കൊണ്ടുപോയ പൈസ മുഴുവൻ ഞങ്ങൾ ഈ ചെറുക്കന്റെ പോക്കറ്റിലിട്ട് കൊടുക്കും. അല്ലേ കോൺട്രാക്ടറെ? ഞങ്ങളുടെ വീട്ടിൽ കെട്ടുറപ്പിച്ച ഈ ശോശനെ ഈ നിൽക്കുന്ന സോളമന് കെട്ടിച്ചു കൊടുക്കും. പറ കോൺട്രാക്ടറെ കെട്ടിച്ചു കൊടുക്കും. കെട്ടിച്ചു കൊടുക്കും. മറിച്ചാണെങ്കിലോ? പറ പാപ്പാ. ഗീവറീസ് ബാൻഡ് ഇനി ഒരിക്കലും വായിക്കത്തില്ല. ശോശനെ സോളമന് വിധിച്ചിട്ടില്ലെന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിക്കും. ഈ പറഞ്ഞതിലൊന്നും വികാരിയായ എനിക്കോ ഈ പള്ളിക്കോ യാതൊരു ഉത്തരവാദിത്വമില്ല. അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അച്ഛനോട് ആരും പറഞ്ഞില്ലല്ലോ. ഉത്തരവാദിത്വമില്ലെന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ളൊരു ബാൻഡിന് വേണ്ടി പള്ളി ഒരു രൂപ പോലും ചെലവാക്കുന്നതല്ല. പള്ളിക്കിനി ഇങ്ങനെ ഒരു ബാൻഡില്ല. ബാൻഡ് വിലക്കാനല്ലേ പള്ളിക്ക് പറ്റൂ, മത്സരത്തിൽ വിലക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് കിട്ടുമോ ബാൻഡ് ഏറ്റെടുക്കാതെ ഒരാളെ ഈ കരയെന്ന് തന്നെ? പിന്നെ വരട്ടെ പാപ്പ, നമുക്ക് മത്സരത്തിന് കാണാം. പിന്നെ കൊച്ചു കപ്പിയാർക്ക് പണത്തരം കാണിക്കാൻ കൂട്ടുകാരറിയാവോ? ഈ കൊച്ചച്ഛനാ. അറിയാമേ ഇതിലും നീ എന്നെ കൊല്ലുന്നതായിരുന്നു.